ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. റമദാൻ ടൈമിലെ ഒരു ഫുഡ് എക്സ്പ്ലോറിങ് വീഡിയോയാണ് ഇന്നത്തെ കണ്ടന്റ്. ഇന്ന് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് മലേഷ്യയിൽ പോവുകയാണ്. മലേഷ്യ എന്ന് പറയുമ്പോൾ സിംഗപ്പൂരിൻ്റെ അടുത്ത് തന്നെയുള്ള ജോഹോർ ബാഗിലോട്ടാണ് പോകുന്നത്. അവിടെ ഒരു റമദാൻ ബസാറുണ്ട്. സോ വണ്ടിയിൽ ഞാൻ, അനന്തു ചേട്ടൻ എന്ന് നമ്മൾ വിളിക്കുന്ന അനന്തു, പൊന്നമ്മ എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന ഹർഷ, പിന്നെ അക്ക എന്ന് വിളിക്കുന്ന ഷാരി ചേച്ചി, പിന്നെ നക്കു, ഞങ്ങളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ അനന്ത് ചേട്ടൻ്റെ ഈ ഡ്രൈവിംഗ് സ്കിൽസ് കൊണ്ട് ഞങ്ങളിതാ വേഗം ബോർഡറൊക്കെ ക്രോസ് ചെയ്ത്, കുത്തിക്കയറ്റുന്ന സ്കിൽസാണ് അനന്ത് ചേട്ടൻ്റെ മെയിൻ. സോ അതൊക്കെ കൊണ്ട് നമ്മളിങ്ങനെ കുറച്ച് ഫ്രണ്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ജോഹർ ബാർ എത്തിയിട്ട് നമ്മൾ നേരെ വെച്ച് പിടിച്ച സൂര്യ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ്. ഇവിടെയാണ് ഈ പറഞ്ഞ റംസാൻ ബസാർ നടക്കുന്നത്. അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ആൾക്കാരൊക്കെ പാട്ടൊക്കെ പാടിയിരിക്കുന്നു. നല്ല തിരക്കുള്ള ഒരു സ്ഥലമായിരുന്നു. ആവശ്യം പോലെ ഫുഡും ഡ്രിങ്ക്സും. നിങ്ങൾ പോയിട്ട് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് വരും. തമിഴ്നാട്ടിലൊക്കെ അതിരസം എന്ന് പറഞ്ഞ സാധനം കിട്ടത്തില്ലേ, അതിൻ്റെ വേറൊരു വേർഷനാണ് ഞങ്ങളിവിടെ കണ്ടത്. ശർക്കരയൊക്കെ ഇട്ട മാവ് തിന്നായിട്ട് പരത്തിയിട്ട് അച്ച് വെച്ച് തന്നെ കട്ട് ചെയ്ത് എണ്ണയിലോട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ചേച്ചി അവിടെ നിന്ന് നൈസായിട്ട് അതിനെ വറുത്ത് കോരി പാത്രത്തിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുക. ഇത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഒരു ചെറിയ പാക്കറ്റ് അവിടെ നിന്ന് മേടിച്ചത്. സാധനം അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ഒരു മനുഷ്യൻ തകൃതിയായിട്ട് നിന്നിട്ട് മുർത്തബാക്ക് ഉണ്ടാക്കുവാണ്. സോ മീൻസ് മീറ്റൊക്കെ അകത്തിട്ട് കുറച്ച് മുട്ടയൊക്കെ ഇട്ട് പറാട്ട, ബേസിക്കലി പറാട്ടയാണ് അകത്ത് ഫില്ലിംഗ് ഉള്ള പറാട്ട, അതിനെയാണ് ഇവിടെ മുർത്തബാക്ക് എന്ന് പറയുന്നത്. ഈ കാണുന്ന സാധനം കണ്ടില്ലേ, ബീഫിൻ്റെ ടങ്ക്, ടെൻഡൻസ്, പിന്നെ എല്ലുള്ള പോർഷൻസ്, ഇതൊക്കെ ഒരു സൂപ്പിലിട്ട് അവർ സെർവ് ചെയ്യും. ആ കാണുന്ന സൂപ്പാണ് അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല മലൈ സ്റ്റൈല് റെണ്ടാങ് കണ്ടുണ്ടോ? ഇതാണ് സംഭവം. ലാംഷാങ് കറിയുണ്ട് കൂടെ. ഈ ഇരിക്കുന്ന ലിവർ റെണ്ടാങ്ങിൻ്റെ പോലെ തന്നെ ഗ്രേവി, അതായത് ലെമൺ ഗ്രാസും കോക്കനട്ടും സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. ലിവർ ഇരുന്ന് അടുപ്പേരുന്ന് ഇങ്ങനെ തിളയ്ക്കുന്ന നോക്കിയേ. ഇത് നോക്കിയേ, പല ടൈപ്പിലുള്ള ചില്ലീസ്, പല സ്പൈസി ലെവലാണ് ഈ കാണുന്ന പല ചില്ലീസും. സോ നമുക്കത് ആവശ്യമുള്ളത് ചൂസ് ചെയ്ത് അതൊരു റൈസിൻ്റെയും ഒരു ചിക്കൻ്റെയും കൂടെയാണ് നമുക്ക് സെർവ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഇതിനു മുന്നത്തെ റമദാൻ ബസാർ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമായിരിക്കുമല്ലോ. സോ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് ഹൈജീൻ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ എന്ത് ചെയ്യാനാ, ഓരോ സ്ഥലത്തും ഓരോ രീതികളിലല്ലേ കാര്യങ്ങൾ. നരകത്തിലെ കോഴി നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. തേ കിടന്ന് കറങ്ങുന്നു നരകത്തിലെ താറാവ്. ഈ കാണുന്നതാണ് റൊട്ടി ജോൺ. ബണ്ണിനകത്ത് കുറച്ച് സോസസും ചിക്കനോ അല്ലെങ്കിൽ ബീഫോ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ റൊട്ടി ജോൺ. തവാ ഫ്രൈ എന്ന് കേട്ടില്ലേ, അത് തന്നെയാണ് സംഭവം. പക്ഷെ മീൻ വേറെയാണ്, ഇത് തെരണ്ടിയാണ് അഥവാ സ്റ്റിംഗ്. ഞങ്ങളുടെ വേറൊരു ഫേവറേറ്റ് ആണ് ഈ കാണുന്നത്. ശർക്കര എടുത്ത് മാവിനകത്ത് പൊതിഞ്ഞ് ചേച്ചിമാരിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് വെള്ളത്തിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് പുഴുങ്ങിയ സാധനം വേറൊരു അമ്മച്ചി അവിടെ നിന്ന് കോരിയെടുത്ത് തേങ്ങയിലോട്ടിടുന്നു, മിക്സ് ചെയ്യുന്നു, സെർവ് ചെയ്യുന്നു. സോ ഇതിൻ്റെ പേരാണ് ഓണ്ടെ ഓണ്ടെ. നമ്മുടെ നാട്ടിലെ കൊഴുക്കട്ടയൊക്കെ പോലെ തോന്നിക്കുന്ന ഒരു സംഭവമാണിത്.
പുറത്തായിരുന്നു കറങ്ങിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഫ്രഷ് ഗുണാഫയാണ്. ഈ ഫുഡെല്ലാം കൂടെ കണ്ട് നോമ്പ് തുറക്കുള്ള ടൈമായത് അറിഞ്ഞില്ല. ഞങ്ങളിങ്ങനെ കിട്ടിയ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ വണ്ടിയുടെ അടുത്തോട്ട് പോയി. അവിടെ പോയി നിന്ന് നോമ്പ് തുറക്കാം എന്നുള്ളതായിരുന്നു പ്ലാന്. നോമ്പ് തുറന്ന ഉടനെ ഒരുപാടൊന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ. സോ ഞങ്ങൾ മേടിച്ച സ്നാക്സ് എല്ലാവരും കൂടെ ഷെയറൊക്കെ ചെയ്തു. ചാരിച്ചേച്ചി വളരെ സ്നേഹത്തോടു കൂടി തന്നെ എല്ലാവർക്കും ഓഫർ ചെയ്യുമായിരുന്നു. പക്ഷെ ഹർഷ ഇതൊന്നും കഴിക്കുന്നില്ല. കാരണം ഹർഷയ്ക്ക് ഇനി വേണം പോയിട്ട് മന്തി കഴിക്കാൻ. പക്ഷെ വിശപ്പ് മൂർച്ഛിച്ചു തുടങ്ങിയപ്പോഴേക്കും ഹർഷ പണി തുടങ്ങി. എന്തായാലും ഹർഷയുടെ വലിയ അങ്ങ് ഫലിച്ച് ഞങ്ങളെല്ലാവരും വണ്ടി കയറി നെക്സ്റ്റ് സ്റ്റോപ്പായ പുത്തേരി ഹാർബറിലോട്ട് പോയി. പുത്തേരി ഹാർബറിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ കാറെല്ലാം കണ്ടു. അപ്പോൾ നമ്മുടെ ഗേൾസിനെല്ലാം ഒരു ആഗ്രഹം ഓടിക്കണമെന്ന്. സോ അവരെല്ലാം കൂടെ ഒരു വണ്ടി എടുക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ പൊന്നമ്മ വണ്ടി കയറാൻ പോവാണ്. സോറി, വ്ളോഗർ ഹർഷ. മൂന്ന് കുഞ്ഞാവകളുകൾ വലിക്കാനായിട്ട് വണ്ടി ഇച്ചിരി ബുദ്ധിമുട്ടിയായിരുന്നു. പറഞ്ഞോടോ, ഇത് ബാക്കിലോട്ട് റിവേഴ്സ് എടുക്കുന്നതാണ്. ഇത് പുറകോട്ട് എടുത്താൽ മതി. ഇതിപ്പോ ഓണായി കിടക്കും. മുന്നോട്ട് ബാക്കിലോട്ട് കൊടുത്താൽ മതി. ബ്രേക്ക് ഇല്ല. We have a new driver and Ponnamma one man. വെള്ളം പുത്തേരി ഹാർബറിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഞങ്ങളുടെ ഫേവറേറ്റ് റെസ്റ്റോറൻ്റാണ് സാത്തർ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി മന്തി കിട്ടും. ആ മന്തി കഴിക്കാനായിട്ടാണ് ഞങ്ങൾ ഇത്രയും ദൂരം ഇവിടെ വന്നിരിക്കുന്നത്. സോ എല്ലാവരും ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡെല്ലാം വന്നു. ഇനി ഫുഡിങ് ടൈം. സോ നോമ്പ് തുറയും ഫുഡടിയും പിന്നെ വണ്ടി ഓടിക്കലും എല്ലാം കൊണ്ടും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. ഇങ്ങനെയുള്ള പരിപാടികൾക്ക് നമ്മുടെ കൂടെ ഉണ്ടാകുന്ന കുറച്ച് പേര് മിസ്സിങ് ആയിരുന്നു. ഇൻ ഫ്യൂച്ചർ വീഡിയോസ് അവരെയും പരിചയപ്പെടുത്തി തരാം. സോ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. ഹോപ്പ് യു ഓൾ ലൈക്ക് ദ വീഡിയോ. താങ്ക് യു.